മനുഷ്യന്റെ ജൈവചോദന ഒന്നാണെങ്കിലും സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക താല്പര്യങ്ങളും പെരുമാറ്റങ്ങളും വ്യത്യസ്തമായിരിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവർ തമ്മിലുള്ള പരസ്പര ധാരണയും ഐക്യവുമാണ് ആവശ്യം. എന്നാൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദമ്പതിമാരുടെ ഈ രതി ജീവിതത്തെക്കുറിച്ചൊന്നും ആരും അത്ര ഗൗരവമായൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ പല ദാമ്പത്യ ബന്ധങ്ങളുടെയും പരാജയത്തിന് ഇതാണ് പ്രധാന കാരണം എന്നാണ് മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഈ പ്രശ്നം പരിഹരിക്കാൻ ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ധാരണ തന്നെയാണ് ആവശ്യം. അതോടൊപ്പം സ്വന്തം പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കാനും ഇണയെ അത് ധരിപ്പിക്കാനും കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും അവരുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള മരുന്ന് എന്ന് തോന്നുന്നു. വിവാഹത്തിന്റെ കാര്യം മിനി സൂചിപ്പിച്ചുവല്ലോ. നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് പെൺകുട്ടികളുടെ വിവാഹം വളരെ നേരത്തെ നടത്തിയിരുന്നു. ഒരു 17-18 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്നും ചില സ്ഥലങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ സാധാരണ കൂടുതൽ കേസുകളിലും ഒരു 25-28 വയസ്സിന് മുൻപായിട്ട് പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചയക്കുന്നതായിട്ടാണ് കാണുന്നത്. മാതാപിതാക്കൾക്ക് എത്രയും നേരത്തെ എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കണം എന്നുള്ള ഒരു തോന്നലാണുള്ളത്. എന്നാൽ ചില പെൺകുട്ടികൾ വിവാഹമേ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാറുണ്ട്. ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? കേവലം ഒരു വ്യക്തിനിഷ്ഠമായ തീരുമാനം മാത്രമാണോ, അതോ അതിനും അപ്പുറത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഈ തീരുമാനമെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്? 30 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. 30 വയസ്സായിട്ടും എനിക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതിലേക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാധാരണ കേരളത്തിലെ പെൺകുട്ടികളൊക്കെ ഒരു 20 വയസ്സ് 22 വയസ്സാകുമ്പോഴേക്കും വിവാഹത്തെ പറ്റി ആലോചിച്ചു തുടങ്ങും. ഏതാണ്ട് ഒരു 25-27 ആകുമ്പോഴേക്കും അത് കഴിയുകയും ചെയ്യാറുണ്ട്. നസീമ ഇതുവരെ ഈ കാര്യത്തെ പറ്റി ചിന്തിക്കാതിരുന്നത് എന്താ? എനിക്ക് വിവാഹത്തോട് എന്തോ താല്പര്യം തോന്നുന്നില്ല. താല്പര്യം ഇല്ല? ഇല്ല. ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിവാഹാലോചനകൾ വന്നിരുന്നോ? വരുന്നുണ്ടായിരുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണത്താല് മാറിപ്പോയി. അച്ഛനും അമ്മയൊക്കെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നില്ലേ? എല്ലാവരും പറയലുണ്ട്. പക്ഷെ വേണ്ടാന്ന് വെച്ചിരിക്കാം. വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. എന്താ ഈ ജീവിതത്തിലൊരു വിവാഹമേ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു താല്പര്യക്കുറവ്. ആ ജീവിതത്തോട് താല്പര്യക്കുറവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിശദീകരിക്കാമോ? താല്പര്യം ഇല്ല എന്ന് പറയാം. എന്തോ പുരുഷന്മാരോടൊക്കെ ഒരു പേടി പോലെ തോന്നുന്നു. പുരുഷന്മാരോട് പേടിയാണ്? അങ്ങനെ എനിക്ക് സാധാരണ എല്ലാവരെ പോലെ കാണാൻ കഴിയുന്നില്ല. അവരോട് എന്തൊരു പേടി തോന്നുന്നു. പേടി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ നമ്മള് സമൂഹത്തിലുണ്ട്. ആ സമയത്ത് പേടിയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നമ്മൾ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. വിവാഹ ദാമ്പത്യ ബന്ധത്തോട് പേടിയാണ്. അപ്പൊ നസീമ എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ലൈംഗിക ജീവിതത്തോട് പേടിയാണ്. പേടിയാണോ വെറുപ്പാണോ? വെറുപ്പാണ് മെയിൻ പ്രശ്നം. വെറുപ്പാണ്. എത്ര നാളായി ഇങ്ങനത്തെ വെറുപ്പുണ്ടായി തുടങ്ങിയിട്ട്? ഇപ്പൊ 18 വയസ്സിന് ശേഷമാണ് പ്രശ്നമായത്. 18 വയസ്സിന് ശേഷമാണ്. അതെ, 18 വയസ്സ് വരെ ഈ ലൈംഗിക കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മറ്റ് ആൺകുട്ടികളെ കാണുമ്പോ നോക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും മനസ്സിൽ ആഗ്രഹിക്കുകയും അതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ സെക്ഷൽ ഫാന്റസീസ് ഒക്കെ തന്നെ അതായത് മനസ്സിൽ ഇങ്ങനെ പകൽക്കനാവ് കാണാന്ന് പറയില്ലേ? ഈ കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് ചെറിയ പ്രേമബന്ധങ്ങളോ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കാറുണ്ടല്ലോ. അത്തരം സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെപ്പോഴാണ് ആ സ്വപ്നങ്ങളൊക്കെ തീർന്നു പോയത്? ഈ 18 വയസ്സിന് ശേഷം എനിക്ക് മനസ്സിൽ കൊള്ളുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം അപ്പൊ ഈ 18 വയസ്സിന് ശേഷം ഈ 30 വയസ്സാവുന്നവരെ, ഇപ്പൊ 30 വയസ്സല്ലേ പറഞ്ഞു, ഇത്രയും കാലത്തിനിടയ്ക്ക് ലൈംഗിക കാര്യങ്ങളിൽ ഒരിക്കലും താല്പര്യം തോന്നിയിട്ടില്ല? ഇല്ല. പുരുഷനോടോ സ്ത്രീയോടോ ഒന്നും? പക്ഷെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ കൂടി, പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതിന്റെ പേരില് ലൈംഗികമായിട്ട് താല്പര്യം തോന്നില്ല. പുരുഷന്മാരെ ഇഷ്ടമാണ്, പക്ഷെ അത് നമുക്ക് കുടുംബജീവിതം എന്ന് പറയുമ്പോ അതൊരു വിഷയമായ കാരണം. താല്പര്യം ഇല്ലാതെയാണോ, പേടിയാണോ, വെറുപ്പാണോ? എന്താ കൃത്യമായിട്ട് പറഞ്ഞാൽ? വെറുപ്പാണ് മെയിൻ. വെറുപ്പാണ് മെയിനായിട്ട്.
ഈ 18 വയസ്സിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിനെന്തേലും പ്രത്യേക കാരണമുണ്ടോ? ഈ ആഗ്രഹം നഷ്ടപ്പെടാനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ടോ? അത് വെച്ചാല് ആങ്ങളയുടെ അടുത്തു നിന്നൊരു പ്രശ്നം ഉണ്ടായി. അതോടനുബന്ധിച്ചാണ് പിന്നെ ഇതിനോടെല്ലാം വെറുപ്പ് വരുന്നത്. എന്താ പ്രശ്നം ഉണ്ടായി ആങ്ങളുടെ അടുത്ത്? അവനെ രാത്രിയില് അടുത്ത് വന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. അപ്പൊ അത് പിന്നെ അങ്ങനെ ആയപ്പോ പിന്നെ അതെനിക്ക് മാനസികമായിട്ട് ഷോക്കായി പോയി. അങ്ങനെ അതിൽ നിന്ന് അടുത്ത് വന്ന് ശല്യപ്പെടുത്താന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുമ്പോഴോ? ഉറങ്ങിക്കിടക്കുമ്പോൾ എപ്പോഴും എന്റെ റൂമിൽ വരും. പിന്നെ ഞാനത് നേരിട്ട് പറഞ്ഞു അവനോട് അങ്ങനെ പാടില്ലാന്ന്. പക്ഷെ അത് കഴിഞ്ഞ് കുറെ പ്രാവശ്യം ആവർത്തിച്ചു. പിന്നെ അതോടുകൂടി പതുക്കെ പതുക്കെ എന്റെ മനസ്സ് മാറി മാറി ഞാൻ വേറൊരു ലോകത്തെ ആയിപ്പോയി. മനസ്സിലെന്താ ആ സമയത്ത് തോന്നിയിരുന്നു? ആ സമയത്ത് ഭയങ്കര സങ്കടം, ആകപ്പാട് ദേഷ്യം, എല്ലാം ആകപ്പാട് എല്ലാം കൊണ്ട് നമ്മൾ തകർന്ന ഒരവസ്ഥയിലോട്ട് എത്താണ്. ചിലത് നമ്മള് വെറുതെക്കാരാണെങ്കിൽ നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റും. സ്വന്തം ആങ്ങളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇനി സെൻസിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിലല്ലേ അതിനൊരു ഇതുള്ളൂ. അപ്പൊ ആങ്ങളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അവരങ്ങനെ തന്നെ ആ സ്ഥാനത്ത് തന്നെ നിൽക്കണ്ടേ. നമ്മള് പൂർണ്ണമായിട്ടും തകർന്നു പോകും മാനസികമായിട്ട്. പക്ഷെ അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതേപോലെ മറ്റെന്തെങ്കിലും ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ പുറമെ നടക്കുന്ന അവസരങ്ങളിൽ മറ്റുള്ള പുരുഷന്മാര് ചെറിയ തോതിലൊക്കെ, അപ്പൊ ഇതിനോടനുബന്ധിച്ച് പുറകെ അത് അടുത്ത 1-2 സംഭവം ചെറിയ തോതില് ഇങ്ങനെ വന്നു. അപ്പൊ തന്നെ എന്താന്ന് ചോദിച്ചാല് ഒരു കൂട്ടുകാരിയുടെ അച്ഛന് എന്റെ കൈക്ക് കയറി ഒന്ന് പിടിച്ചതല്ല. അയാൾ സ്നേഹപൂർവ്വം പിടിച്ചോ എങ്ങനെ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതും ഇത് നടന്ന് അധികം വൈകാതെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പൊ അതൊരു ഷോക്കായി പോയി. കൂട്ടുകാരുടെ അച്ഛൻ കയ്യെ പിടിച്ചേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അയാൾ എന്റെ കൈക്ക് പിടിച്ചുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ആരും മനമേത്ത് തൊടുന്നു അങ്ങനെയൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സംഭവത്തിനോട് അനുബന്ധിച്ചായ കാരണം അത് കാരണം ഞാനും പെട്ടെന്ന് ഷോക്കായി പോയി. ഞാൻ അയാളായിട്ട് മിണ്ടാതിരിക്കുകയും അങ്ങനെ ഇവരായിട്ടുള്ള അതങ്ങ് നിലയ്ക്കുകയൊക്കെ ചെയ്തു, ബന്ധമല്ല അങ്ങനെ. പക്ഷെ അയാൾ ചിലപ്പോ ഒരു പക്ഷെ നല്ലതായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഷോക്കായി പോയി. ഇപ്പോ വിവാഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് നസീമയുടെ മനസ്സിലേക്ക് വരുന്നത്? ഇവന്റെ ഈ പ്രശ്നം മനസ്സിലോട്ട് വരുന്നു. ആങ്ങളെ വന്ന് ശല്യം ചെയ്തത് സെക്സിന്റെ കാര്യം എപ്പോ വിചാരിക്കുമ്പോഴാണ് മനസ്സിലോട്ട് വരുന്നത്. അത് മാറ്റാൻ ശ്രമിച്ചാലോ മനഃപൂർവ്വം? ഇല്ല, അത് മനസ്സിൽ നിന്ന് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നസീമയുടെ അനുഭവം കേട്ടല്ലോ. സ്വന്തം കുടുംബത്തിനുള്ളിൽ സഹോദരനിൽ നിന്നുണ്ടായ അനുഭവമാണിത്. എത്ര കഷ്ടമാണല്ലേ? നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കുള്ളിൽ ഇത്തരം പ്രവണതകൾ വളർന്നു വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല. സ്വന്തം വ്യക്തിത്വത്തെയും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെയും ഹനിക്കുന്ന ഇത്തരം സ്വഭാവ വിശേഷങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചൈൽഡ് അബ്യൂസ് ആണ് നടന്നത്. ഇത് ഡൊമസ്റ്റിക് ചൈൽഡ് അബ്യൂസ് എന്ന് പറയും. അതായത് കുടുംബത്തിനകത്തുള്ള അബ്യൂസ്. ഇത്തരം അബ്യൂസുകൾ ചെയ്യുന്നത് സാധാരണ കൂടുതലും പെൺകുട്ടികൾക്കാണ് ഇത് ബാധകമായിട്ടുള്ള. പെൺകുട്ടികളെ അച്ഛൻ അല്ലെങ്കിൽ മൂത്ത സഹോദരനുണ്ടെങ്കിൽ സഹോദരന്മാർ, മൂത്ത സഹോദരന്മാരിൽ നിന്നൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യമേ തന്നെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കണം. വേണ്ട, പറ്റില്ല എന്നുള്ളത് വളരെ കർശനമായിട്ട് പറയുകയും മറ്റ് അമ്മയോടോ അച്ഛനോടോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ഇങ്ങനത്തെ സംഭവം ഉണ്ടായി എന്നുള്ളത് തുറന്നു പറയാനായിട്ട് അവർ തയ്യാറാവണം. ഇല്ല എങ്കിൽ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ദുരന്ത ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് 2 തരത്തിലുണ്ടാവാം. ഒന്ന്, ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി ക്ലസ്റ്ററിന്റെ രൂപത്തിൽ വരാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ കണ്ടതുപോലെ വിവാഹത്തിനോട് തന്നെ വെറുപ്പ് തോന്നുക. ഈ തരത്തിലുള്ള അബ്യൂസിന് ശേഷം അതിന്റെ വിക്ടിമായിട്ടുള്ള, അത് അനുഭവിക്കപ്പെട്ട വ്യക്തിക്ക് ഒരുപാട് നിരാശ, ദുഃഖം, സങ്കടം, അല്ലാത്ത ടെൻഷൻ, ചില ആൾക്കാർക്ക് ആത്മഹത്യാ പ്രവണത തുടങ്ങി പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ ലൈംഗികതയോട് തന്നെ വെറുപ്പുണ്ടാവുന്ന ഒരു സാഹചര്യം സംജാതമാക്കിയേക്കാം. അപ്പൊ അതാണ് നമ്മളിവിടെ കണ്ടത്. ഇതിന് എതിരായിട്ട് സംഭവിക്കാറുണ്ടോ ഡോക്ടർ? അതായത് വെറുപ്പാണല്ലോ. ഇതിൽ മറ്റൊരു ക്ലസ്റ്റർ ഉണ്ട്, ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയും. അപ്പൊ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ പിന്നീട് സെക്സിനോട് അമിത താല്പര്യം ഉണ്ടാക്കാൻ ഇത് സംഭവിക്കാം. അങ്ങനെയുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം ദുരന്തവും വ്യക്തിക്ക് മാനസികാഘാതവും ഉണ്ടാക്കുന്നു എന്നുള്ളത് ആരാണ് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്, ഏത് വ്യക്തി, അതായത് പിതാവോ സഹോദരനോ, ആരാണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, എത്ര തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും അതിൻ്റെ കാഠിന്യം, ഏത് തരത്തിലുള്ള അബ്യൂസാണ്,
ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ലൈംഗിക വിജ്ഞാനത്തിൻ്റെ കുറവുകളുണ്ട്. ഇപ്പം ചില ആൺകുട്ടികളുണ്ട്, പുറത്ത് പെൺകുട്ടികളോട് തന്നെ സംസാരിക്കാൻ പേടിയാണ്, കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, സംസാരിക്കില്ല. അപ്പോൾ സ്വന്തം വ്യക്തിത്വത്തെ പറ്റി തന്നെ വേണ്ട ബോധമില്ല. മറ്റ് എതിർ ലിംഗത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ട് വേണ്ട രീതിയിൽ സഹകരിക്കേണ്ട ആരോഗ്യകരമായ രീതിയിൽ ഉള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനൊക്കെ വൈഷമ്യമുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികൾ ഇതേ പ്രവണത കാണിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്ത് മാത്രം അവരുടെ ലൈംഗികത എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള നോട്ടം. മറ്റു സ്ഥലങ്ങളിൽ അത് നടക്കില്ല എന്നുള്ള അവർക്കറിയാം, അതിനുള്ള ധൈര്യവും ഇല്ല. എടുത്തു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ നസീമയുടെ സഹോദരനും ചികിത്സ ആവശ്യമുണ്ടെന്നാണോ ഡോക്ടർ പറയുന്നത്? അതെന്തെങ്കിലും ഒരു രോഗലക്ഷണം തന്നെയാണോ അയാളും കാട്ടുന്നത്? തീർച്ചയായിട്ടും അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളവരാണ് ഈ രീതിയിലുള്ള അബ്യൂസിന് ശ്രമിക്കുക, അല്ലാത്തവരൊരിക്കലും ശ്രമിക്കാറില്ല. പക്ഷെ ഇത്തരക്കാർ ചികിത്സ തേടി വരാറില്ല അല്ലേ? ചികിത്സ തേടി വരുന്നത് കുറവാണ്. ഉദാഹരണത്തിന്, അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർ, ഡ്രഗ് അഡിക്ട്സ്, അമിതമായിട്ട് മദ്യം കഴിക്കുന്നവർ, ചില വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർ, പിന്നെ മറ്റു ചില ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടവർ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് ഇതേപോലുള്ള അബ്യൂസുകളിൽ മിക്കവാറും പങ്കാളികളാവുന്നത്, അത് നടത്തുന്ന വ്യക്തികൾ. അപ്പോൾ അവർക്ക് രോഗഗ്രസ്തമായ ഒരു മനസ്സും ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുന്നത്. അവർക്കും ചികിത്സ ആവശ്യമാണ്. ഇവിടെ നസീമയുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും? നല്ല ഇപ്പൊ നസീമയ്ക്ക് ഇനി കൂടുതൽ വിവാഹ ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ സെക്ഷൽ അവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്. മുൻപ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ആഘാതത്തിൽ നിന്ന് ലൈംഗിക ജീവിതത്തോട് വെറുപ്പുണ്ടാവുന്ന അവസ്ഥ, അതിന് സെക്ഷൽ അവേർഷൻ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കണം. അത് തീർച്ചയായിട്ടും ചികിത്സയിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. രോഗിയുടെ വേണ്ട തരത്തിലുള്ള സഹകരണം ഉണ്ട് എങ്കിൽ അതിന് ചില മനഃശാസ്ത്ര സങ്കേതങ്ങളും സെക്സ് തെറാപ്പിയിലെ ടെക്നിക്കുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നസീമയ്ക്ക് തീർച്ചയായിട്ടും ഒരു സാധാരണ ജീവിതം ലഭിക്കുകയും ചെയ്യും. പിന്നെ ഈ സമൂഹത്തിലെ ഈ പൊതുവായിട്ടുള്ള ചില ഈ സെക്ഷൽ അബ്യൂസുകൾ ഉണ്ടല്ലോ, ഇതിനെ കുറച്ചൊന്ന് വിവരിക്കാൻ പറ്റുമോ? സെക്ഷൽ അബ്യൂസ് പലതരത്തിൽ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ടും കുടുംബത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. പെൺകുട്ടികൾ അപകടം ഉണ്ട്, അവരവർക്ക് 10 വയസ്സായി 12 വയസ്സായി, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള മനോഭാവമുണ്ട്. അതേസമയം ആൺകുട്ടികളെ ശ്രദ്ധിക്കാതെ പോകുന്നു. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് ഒരുപാട് ദോഷങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും ഈ ഹോമോസെക്ഷൽ അബ്യൂസിലേക്കൊക്കെ പെടുന്നത് അങ്ങനെയുള്ള ആൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഈ ഭീഷണി, ആൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് എത്തി വരുന്നതോടെ ഒന്ന്, അവർക്ക് സ്വന്തം മാതാവിനോടോ പിതാവിനോടോ സ്വന്തമായിട്ടുള്ള ലൈംഗിക സംശയങ്ങളും കാര്യങ്ങളും അവർക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് തുറന്നു പറയാനുള്ള അവസ്ഥ ഉണ്ടാകും. ആ ഒരു സുരക്ഷിതത്വ ബോധം അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് ലഭിക്കണം. സാധാരണ ഇതിൽ പെൺകുട്ടികളാണെങ്കിൽ അമ്മയോടായിരിക്കും കൂടുതൽ പറയാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ കൗമാരത്തിലേക്ക് എത്തി മെൻസസ് ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ മെൻസസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം ഇങ്ങനെയുള്ള ലൈംഗിക ബന്ധങ്ങളുണ്ടെന്നും അതിലിടപെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളും അപകടങ്ങളും ഇതൊക്കെ കുട്ടികൾക്ക് അവർ വളർന്നു വരുന്നതനുസരിച്ച് ക്രമാനുഗതമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതേപോലുള്ള അപകടങ്ങളിൽ നിന്ന് സ്വയം എങ്ങനെ രക്ഷപ്പെടണം, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള ആ ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ് കൂടി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പല സംഭവങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഡോക്ടർ, ഇനി നമുക്ക് കത്തുകളിലേക്ക് കിടക്കാം അല്ലേ? ആദ്യത്തെ കത്ത് അവിവാഹിതനായ 30 വയസ്സുള്ള ഒരു യുവാവിൻ്റെയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ ലിംഗാഗ്രം പുറകോട്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത്. അത് ബലമായി പുറകോട്ട് മാറ്റുകയാണെങ്കിൽ ആ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ട് എന്നും പറയുന്നു. ഇതാണ് ഫൈമോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ലിംഗത്തിന്റെ അഗ്രചർമ്മം ആവശ്യത്തിന് പുറകിലേക്ക് മാറണം പൂർണ്ണമായിട്ട്. അത് മാറാൻ വിഷമമുണ്ട്, അതിന് വേദനയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്, ഒരു ചെറിയ സർജറി ഉണ്ട്. ആ സർജറിയിലൂടെ അഗ്രചർമ്മം മുറിച്ച് കളയുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ബന്ധത്തിന്റെ സമയത്ത് വേദന എടുക്കാം, തടസ്സങ്ങളുണ്ടാവാം. അത് ഏതെങ്കിലും ഒരു സർജനെയോ യൂറോളജിസ്റ്റിനെയോ കാണിച്ചു നോക്കിയിട്ട് അത് അങ്ങനെ ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം.
അടുത്ത കത്ത് ഒരു വിവാഹിതനായ ഒരാളുടെയാണ്. പ്രായം പറഞ്ഞിട്ടില്ല. സംശയം എന്താണെന്ന് വെച്ചാൽ വദനസുരതം നടത്താറുണ്ട് എന്ന് പറയുന്നു. യോനീസ്രവവും ശുക്ലവും അകത്ത് ചെന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് സംശയം. സാധാരണഗതിയിൽ അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, രോഗങ്ങളുള്ള വ്യക്തികളാണ്. അങ്ങനെ എന്തെങ്കിലും ഈ കണ്ടേജിയസ് ഡിസീസ് പലതുമുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ ഇത് ദോഷം ചെയ്യും. അതല്ല, വളരെ ഹെൽത്തി ആയിട്ട് ഉള്ള ആൾക്കാരാണ്, രോഗങ്ങളൊന്നുമില്ല, വേണ്ടത്ര ശുചിത്വം പാലിക്കുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല. പിന്നെ മറ്റൊന്ന്, ഇണയുടെ താല്പര്യം ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും അതിന് നിർബന്ധിക്കാൻ പാടില്ല. ഇണയ്ക്ക് രണ്ടുപേർക്കും താല്പര്യമാണെങ്കിൽ അത് ഒരു ആസ്വാദന മാർഗം എന്നുള്ള രീതിയിൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അടുത്ത കത്ത് ഒരു ചെറിയ കത്താണ്, ഞാനത് മുഴുവൻ വായിക്കാം. ഞാനൊരു പെൺകുട്ടിയുമായി വളരെ ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ ഇന്ന് അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. അത് അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹവുമായിരുന്നു. എന്നാൽ അവൾക്ക് ജനിച്ച കുഞ്ഞിന് എന്റെ മുഖഛായയാണ് ഉള്ളത്. അതിന്റെ പേരിൽ അവർ കലഹം ഉണ്ടാക്കാറുണ്ട്, പെൺകുട്ടിയും ഭർത്താവും. ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇഷ്ടമുള്ള ആളെ മനസ്സിൽ വിചാരിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന് അയാളുടെ മുഖഛായ ഉണ്ടാകുമോ? ലൈംഗിക ബന്ധവും അപ്പോഴത്തെ മാനസികാവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഡോക്ടർ ഒന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകം ഏത് അവസ്ഥയിൽ എത്തിയത്? ബന്ധപ്പെടുന്ന സമയത്ത് പ്രത്യേക ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുകയും അതേപോലെ അയാളുടെ ഛായയിലുള്ള ഒരു കുട്ടിയെയും ജനിക്കുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ ഗതി തന്നെ പ്രവചിക്കാൻ വിഷമമാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ ബന്ധത്തിന്റെ സമയത്ത് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്ന കുഞ്ഞിന് ആ വ്യക്തിയുടെ മുഖഛായ ഉണ്ടാവാനായിട്ട് യാതൊരു കാരണവുമില്ല. ഈ കുഞ്ഞുണ്ടാവുമ്പോൾ പുരുഷ ബീജവും സ്ത്രീ ബീജവും തമ്മിൽ യോജിച്ചൊരു സിദ്ധാന്തമായി തീരുന്നു. അപ്പോൾ ആ സിദ്ധാന്തത്തിൽ ഉണ്ടാകുന്ന ക്രോമസോമുകൾ, സ്ത്രീയുടെയും പുരുഷന്റെയും ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന പല ഗുണങ്ങളുമുണ്ട്. അതാണ് അവരുടെ ശാരീരികമായിട്ടുള്ള ഘടനയ്ക്ക് കാരണമാവുന്നത്. അവിടെ മനസ്സിൽ വിചാരിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ വ്യക്തി ആരെയോ സ്നേഹിച്ചിരുന്നു, അവർ കല്യാണം കഴിച്ചു, അതിനുശേഷം കലഹമുണ്ടായി. ആ കലഹം അവരുടെ അജ്ഞത കൊണ്ട് മാത്രം വരുന്നതാണ്. ഇയാളുടെ ഛായ ആവണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെ തോന്നിയതാവാം. മറ്റേ ഭർത്താവ് ഇത് അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ പ്രേമം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണിക്കൂടെ കുഞ്ഞിനെ നോക്കുമ്പോൾ ഇത് അയാളെ പോലെ ഇരിക്കുന്നു എന്ന് തോന്നാം. ഒരുപക്ഷെ ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ഛായ പലരും പറയാറുണ്ടെങ്കിലും തിരിച്ചറിയ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത കത്ത്, ലിംഗം അല്പം ഒരു ഇടത് ഭാഗത്തേക്ക് അല്പം ചരിഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ആളിന്റെ ഇതൊന്നും വ്യക്തമാക്കിയിട്ടില്ല, എന്താണ് വയസ്സൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. മധ്യഭാഗം വളഞ്ഞിട്ടുമുണ്ട്. ലിംഗത്തിന്റെ ഈ ദിശാമാറ്റം ലൈംഗിക ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നാണ് ചോദ്യം. ലിംഗത്തിന്റെ ദിശാമാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിലുണ്ടായ മാറ്റമാണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമുണ്ട്. അത് ജന്മനാ തന്നെ ചില വ്യക്തികളുടെ ലിംഗത്തിന് ഒരു വളവോ ചെരിവോ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ക്രമാനുഗതമായിട്ടൊരു വളവ് ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ പെറോണീസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗമാകാം. ഇങ്ങനെ വളവുണ്ടെങ്കിൽ ഉദ്ധരിക്കുന്ന സമയത്ത് അതോടൊപ്പം വേദനയും ഉണ്ടാകാറുണ്ട്. ആ ഒരു അവസ്ഥയാണ് എങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് അഭിപ്രായം ആരായേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ വേറെ സംശയവും ഇതേ കത്തിൽ തന്നെയുണ്ട്. ലിംഗാഗ്ര ചർമ്മം മുറിച്ചു കളയുന്നത് എന്തെങ്കിലും പിന്നീടുള്ള അല്ലെങ്കിൽ ആസ്വാദന ശേഷിയെ ബാധിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ലിംഗാഗ്ര ചർമ്മം മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമായി ബാധിക്കേണ്ട സാഹചര്യങ്ങളില്ല. ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാമെന്നല്ലാതെ അത് അഗ്രചർമ്മം മുറിച്ചു കളഞ്ഞതുകൊണ്ട് കാര്യമായ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല.